മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രാർത്ഥനയിലൊന്നായി മാറേണ്ട ഒരു പ്രാർത്ഥന, ദാവീദ് രാജാവ് ഹൃദയം നൊന്ത് പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന. 51 സങ്കീർത്തനം 11 തിരുവചനം, അങ്ങയുടെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്നും എടുത്തു കളയരുതേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്നും എടുത്തു കളയരുതേ. എത്ര ശക്തമായ പ്രാർത്ഥന! ദൈവമേ, മാമോദീസായിലൂടെ, സ്ഥൈര്യലേപനത്തിലൂടെ, കുദാശകളുടെ സ്വീകരണത്തിലൂടെ ഓരോ ദിവസവും ശക്തിപ്പെടുത്തിയ പരിശുദ്ധാത്മാവിന്റെ ചൈതന്യത്തെ ദൈവമേ, ഒരിക്കലും നീ എന്നിൽ നിന്നും എടുത്തു കളയരുതേ. ദാവീദ് പാപം ചെയ്തപ്പോൾ ദൈവസന്നിധിയിൽ കണ്ണുനീരോടെ പ്രാർത്ഥിച്ച ദൈവമേ, പരിശുദ്ധാത്മാവിനെ എടുത്തു കളയരുതേ. കാരണമുണ്ട്, പരിശുദ്ധാത്മാവിനെ നഷ്ടപ്പെട്ട ഒരു വ്യക്തിയുടെ അവസ്ഥ എന്താണെന്ന് നേരിൽ കണ്ട് അനുഭവിച്ച ആളാണ് ദാവീദ്. സാവൂൾ രാജാവിൽ നിന്ന് പരിശുദ്ധാത്മാവിന്റെ ചൈതന്യം അകന്നു പോയപ്പോൾ ഒരു ദുഷ്ടാത്മാവ് അവനിൽ വന്നു കയറി. ഈ ദുഷ്ടാത്മാവ് അവനെ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരുന്നു. അതിൽ നിന്നും മോചനം ലഭിക്കുവാനായി ദാവീദ് കിന്നരം വായിച്ചുവെന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ നാം കാണുമ്പോൾ, പ്രിയമുള്ളവരെ, ദാവീദിനറിയാം പരിശുദ്ധാത്മാവ് നഷ്ടപ്പെട്ട ഒരു വ്യക്തിയുടെ ദുരവസ്ഥ. അങ്ങനെ ഒരു അവസ്ഥ ദൈവമേ, ഞങ്ങൾക്ക് ആർക്കും ഉണ്ടാകരുത്. നമുക്ക് പ്രാർത്ഥിക്കാം, പരിശുദ്ധാത്മാവേ, ഒരിക്കലും എന്നിൽ നിന്നും അകന്നു പോകരുതേ. എല്ലാ കൃപയിലും അഭിഷേകത്തിലും ജീവിക്കുവാൻ, നന്മ നിറഞ്ഞൊരു വ്യക്തിയായിട്ട് ജീവിക്കുവാൻ, എല്ലാവരെയും സ്നേഹിക്കുന്ന ഒരു വ്യക്തിയായിട്ട് ജീവിക്കുവാൻ, പാപബന്ധനങ്ങളിൽ നിന്നും അകന്നു നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ട് ജീവിക്കുവാൻ പരിശുദ്ധാത്മാവേ എന്നെ സഹായിക്കണമേ. ഒരിക്കലും എന്നെ ഉപേക്ഷിച്ചു പോകരുതേ. എൻ്റെ സഹായകനായി എൻ്റെ കൂടെ ഉണ്ടാകണമേ. എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം കേട്ടോ പ്രിയമുള്ളവരെ, ഈ ഒരു പ്രാർത്ഥന. പരിശുദ്ധാത്മാവേ, എന്നിൽ നിന്നും അകന്നു പോകരുതേ. നമുക്ക് പ്രാർത്ഥിക്കാം, പരിശുദ്ധാത്മാവേ, എന്നിൽ നിന്ന്, എൻ്റെ ജീവിതത്തിൽ നിന്ന് അകന്നു പോകരുതേ. ആത്മാവിൻ്റെ ചൈതന്യത്താൽ എന്നെ നിറയ്ക്കണമേ. പ്രത്യേകിച്ച് ഇന്നത്തെ എൻ്റെ ജീവിതയാത്രയിൽ, എൻ്റെ പ്രാർത്ഥനകളിലും നിയോഗങ്ങളിലും പരിശുദ്ധാത്മാവിന് അതിശക്തമായ ഒരു ഇടപെടൽ ഉണ്ടാകട്ടെ. പ്രാർത്ഥന ചോദിച്ച് എല്ലാവരെയും സമർപ്പിക്കുന്നു. പ്രത്യേകമായി ദൈവ കൃപയിൽ നിന്നും ഒത്തിരി അകന്നു നിൽക്കുന്ന എല്ലാവർക്കും പരിശുദ്ധാത്മാവിൻ്റെ ഒരു പുത്തൻ അഭിഷേകം നൽകുവാനായി ദൈവമേ നീ ഇടവരുത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദിവ്യകാരുണ്യ ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം.